മക്കളെ, നമ്മൾ ഇത്രയും നേരം ഇതിനു മുമ്പായിട്ട് കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസും മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, സാർ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള ഈ ചാപ്റ്ററിലെ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് മക്കൾ മനസ്സിലാക്കിയെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സി സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 150. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150. ആൻഡ് സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് 550. ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. അപ്പം ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150. നമുക്ക് നോക്കാം. 1 2 3 4 5 ആദ്യത്തെ 5 പദങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് 5 ടൈംസ്, അതിൻ്റെ സമ്മ് 150. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്, അല്ലെങ്കിൽ നടുക്കുള്ള പദം ഈസ് ഈക്വൽ ടു ആകെത്തുക ബൈ പദങ്ങളുടെ എണ്ണം. അപ്പം നമുക്ക് 150/50 ചെയ്താൽ ഈ മൂന്നാമത്തെ ടൈം കിട്ടും, തേർഡ് ടൈം, മൂന്നാം പദം കിട്ടും. ഇവിടെ ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദി തേർഡ് ടൈം, അല്ലെങ്കിൽ ശ്രേണിയുടെ മൂന്നാം പദം എന്താണ്? ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് 30 ആൻസർ കിട്ടി. രണ്ടാമത് വാട്ട് ഈസ് ദി 8th ടൈം ചോദിച്ചു. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 150, സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് 550. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150, ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. അപ്പം നമുക്കറിയാം, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150, ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആദ്യത്തെ 5 പദങ്ങൾ, അതായത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം എല്ലാം കൂടി 150 ടോട്ടൽ. ഇവിടെ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം മുതൽ 10 ടൈം വരെ 550. അപ്പോൾ അതിൻ്റെ അർത്ഥം 6th ടൈം മുതൽ 10th ടൈം വരെ എത്രയായിരിക്കും? 1 2 3 മുതൽ 10ാം പദം വരെ 550. അപ്പം 6ാം പദം, 7ാം പദം, 8ാം പദം, 9ാം പദം, 10ാം പദം അതിൻ്റെ മാത്രം തുക എത്രയായിരിക്കും? ഈ ടോട്ടൽ ആദ്യത്തെ 10 ടൈമിൻ്റെ തുക 550 നിന്നും ആദ്യത്തെ 5 ടൈമിൻ്റെ തുക 180 കുറച്ച് 400 കിട്ടും. അതായത് അവർ തന്നിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടൈം പ്ലസ് സെക്കൻഡ് ടൈം പ്ലസ് തേർഡ് ടൈം പ്ലസ് ഫോർത്ത് ടൈം പ്ലസ് ഫിഫ്ത്ത് ടൈം 550, അല്ലെങ്കിൽ 1ാം പദം പ്ലസ് 2ാം പദം പ്ലസ് 3ാം പദം പ്ലസ് 4ാം പദം പ്ലസ് 5ാം പദം 550. ഇവിടെ അവർ തന്നിരിക്കുന്നു 1ാം പദം പ്ലസ് 2ാം പദം പ്ലസ് അങ്ങനെ 10ാം പദം വരെ, അല്ലെ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം മുതൽ 10th ടൈം വരെ 550. അപ്പം ഈ 6th ടൈം മുതൽ 10th ടൈം വരെ, 6ാം പദം മുതൽ 10ാം പദം വരെ കാണണമെങ്കിൽ ഈ 1ാം പദം മുതൽ 10ാം പദം വരെയുള്ള 550 നിന്നും 1ാം പദം മുതൽ 5ാം പദം വരെയുള്ള 180 മൈനസ് ചെയ്യണം. അല്ലെ ഫസ്റ്റ് ടൈം മുതൽ 10th ടൈം വരെയുള്ള 550 നിന്നും ഫസ്റ്റ് ടൈം മുതൽ 5th ടൈം വരെയുള്ള 150 മൈനസ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? 6th 7th 8th 9th 10th തുക കിട്ടും. അപ്പം നമുക്ക് ഇതിലെ മിഡിൽ ടൈം കാണണമെങ്കിൽ നമ്മുടെ പഴയ ഇക്വേഷനുണ്ട്. ഇതിൻ്റെ മിഡിൽ ടൈം 6 7 8 9 10, ഇതിൻ്റെ മിഡിലായിട്ട് 8ാം പദമാണ് വരുന്നത്. അപ്പം നമുക്ക് 8th ടൈം കാണണമെങ്കിൽ നമുക്കറിയാം സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ് 400 ഡിവൈഡഡ് ബൈ 1 2 3 4 5, 400/5 ചെയ്യുമ്പോൾ നമുക്ക് 8th ടൈം അല്ലെങ്കിൽ 8ാം പദം 400/5 80 കിട്ടും. അപ്പം നമുക്ക് 8th ടൈമിൻ്റെ വാല്യൂ നമുക്ക് 80 കിട്ടി, അല്ലെങ്കിൽ 8ാം പദം എത്ര, അതിൻ്റെ വാല്യൂ 80 കിട്ടി. ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടിയുണ്ട്. വാട്ട് ആർ ദി ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ സീക്വൻസ്, അല്ലെങ്കിൽ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ. ഫസ്റ്റ് 5 ടൈംസ് അല്ല, വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടൈംസ് ആണ്. വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദ സീക്വൻസ് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ശ്രേണിയുടെ 3 പദങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈസി ആയിട്ട് കിട്ടും. കാരണം നമുക്ക് തേർഡ് ടൈമിനെ 30 കിട്ടി,
എയ്ത്ത് ടേമിനെ 80 എന്ന് കിട്ടി. അല്ലെ മൂന്നാം പദം 30 എട്ടാം പദം 80. അപ്പം നമുക്കറിയാം എയ്ത്ത് ടൈം മൈനസ് തേർഡ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? എയ്ത്ത് ടൈം അല്ലെ എട്ടാം പദം 80 മൂന്നാം പദം 30. അപ്പം നമുക്ക് 80 മൈനസ് 30 50 എന്ന് കിട്ടും. ഈ എയ്ത്ത് ടൈം മൈനസ് തേർഡ് ടൈം അല്ലെങ്കിൽ എട്ടാം പദം മൈനസ് മൂന്നാം പദം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കാരണം 8 ഇൻറ്റു 8 മൈനസ് 3 5 വരും. അപ്പോൾ 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് 50 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 50/5 10. അപ്പം നമുക്ക് 3 പദങ്ങൾ എഴുതാം. ആദ്യത്തേത് 10, 20, 30. ഇതെങ്ങനെ കിട്ടിയേ? മൂന്നാം പദം തേർഡ് ടൈം നമുക്ക് 30 എന്ന് കിട്ടി. പൊതുവ്യത്യാസം 10 അല്ലെ കോമൺ ഡിഫറൻസ് 10. അപ്പം 30 നിന്ന് 10 കുറച്ച് 20 കിട്ടി. 20 നിന്ന് 10 കുറച്ചപ്പം 10 കിട്ടി. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടൈംസ് അല്ലെങ്കിൽ ആദ്യത്തെ 3 പദങ്ങൾ എത്ര? ഇതാണ് ഉത്തരം. വളരെ ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ സാറിൻ്റെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ വാട്സപ്പിലൊന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി, അല്ലെ ക്ലിക്ക് ചെയ്താൽ മതി. സാറിൻ്റെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് മക്കളെ 1-to-1 ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.